ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെട്ടതാണോ, ദൈവം അതിൽ തൃപ്തനാണോ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് കഴിഞ്ഞ ദിവസം നാം പങ്കിട്ടത്. അത് തന്നെ നാം തുടരാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനം ധ്യാനിക്കുവാനും അതിലൂടെ ആത്മീയ ബലം ആർജിക്കുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദി. പ്രിയ കർത്താവെ, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കു വേണ്ടിയും യേശുവിന്റെ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവരെ ഇപ്പോൾ ജീവിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നവരെയും സ്പർശിക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം, തൃക്കരം നീട്ടിയവരെ തൊട്ട് ബലപ്പെടുത്തണമേ. യഥാർത്ഥ സത്യം ഗ്രഹിപ്പാൻ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളെല്ലാവരും ആരോഗ്യമായും സന്തോഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. തുടർച്ചയായി ദൈവവചനം കേൾക്കുന്നതിന് പ്രത്യേകം നന്ദിയും വന്ദനവും അഭിനന്ദനവും അറിയിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ കുറിച്ചെടുക്കുകയും അത് വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ചെയ്യണം. ഒരൊറ്റ ജീവിതമേ നമുക്കിവിടെ ഉള്ളൂ. ഇത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. വിലപ്പെട്ട കാര്യങ്ങളെ ഗ്രഹിപ്പാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കത്തയക്കാൻ മറക്കരുത്. ടെലിഫോൺ വിളിക്കാം, കത്തുകൾ അയക്കാം. വിശദമായ കാര്യങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കത്തുകൾ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രോഗ്രാം തീരുമ്പോൾ കാണുന്ന 2 അഡ്രസ്, 2 ടെലിഫോൺ നമ്പരും നിങ്ങൾക്ക് ഏത് സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾക്ക് മറുപടിയും ലഭിക്കും. ദൈവത്തിന്റെ വചനം മാത്രമാണ് പങ്കിടുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളായി തുടർച്ചയായി നാം ഒരു വിഷയം ചിന്തിക്കുന്നു. അത് യേശുവിനെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ച വിഷയമാണ്. എന്നാൽ അതിനകത്ത് നിന്ന് നമ്മളിപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് കയറുന്നു. അതായത് യേശുവിന് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളൊന്നും യേശു ആവശ്യപ്പെട്ടതല്ല. അവൻ ചെയ്തതെല്ലാം നല്ലതാണ്. പക്ഷേ ആർക്കു വേണ്ടി അവൻ ചെയ്തോ അദ്ദേഹം അതിൽ തൃപ്തനല്ല. ഇവിടെ നമ്മളൊരു പൊതു ചിന്ത, ഒരു പൊതു ആശയത്തിലേക്ക് കയറുന്നു. ലോകത്തിലുള്ള സകലമാന മനുഷ്യരും ഈശ്വരന് വേണ്ടി, ഭഗവാന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, മശിഹായ്ക്ക് വേണ്ടി ഒക്കെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു റിപ്ലൈ, ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ലല്ലോ. മകനെ, നീ കൊണ്ടുവന്ന മെഴുകുതിരി എനിക്ക് വളരെ സന്തോഷമായി എന്ന് ഈശോമിശിഹാ പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നീ അന്ന് ആ വെളിച്ചെണ്ണ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന് സാക്ഷാൽ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ നമുക്കതൊരാശ്വാസമാണ്. ഇത് ഞാൻ പറയുമ്പോൾ പരിഹസിച്ചതാണെന്ന് തോന്നരുത്, ക്ഷമിക്കണം. ഈ അറേബ്യൻ ഗൾഫിലെ പെട്രോൾ കൊണ്ടല്ലേ ലോകത്തിലുള്ള വണ്ടികൾ അധികം ഓടുന്നത്. ഈ മണലിങ്ങി മാറ്റുമ്പോൾ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനാണോ നമ്മൾ വെളിച്ചെണ്ണയുമായിട്ട് പോണത്? ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ദൈവത്തിനൊരു വിളക്ക്. വാസ്തവത്തിൽ നമ്മളെ ആരോ എവിടെയോ പറ്റിച്ചു കളഞ്ഞു. ആരെയും വിമർശിക്കാനല്ല ഇത് പറയുന്നത്. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് ശ്രദ്ധ വരട്ടെ. നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സാക്ഷാൽ ദൈവം തൃപ്തനാണോ എന്നുള്ളത് എന്റെ ചോദ്യം. നമ്മുടെ ചിന്താവിഷയം അതാണ്. ശീമോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ളവനാണ്, സമുദായത്തിലെ ശക്തനായൊരു അംഗമാണ്. അദ്ദേഹം ഒരു ക്വാളിഫൈഡ് പരീക്ഷനാണ്. അത്ര മോശം പാർട്ടിയല്ല. അയാളുടെ അറിവ് വെച്ച് അയാൾക്കുള്ളതിൽ ഏറ്റവും നല്ലത്, ദ ബെസ്റ്റ് യേശുവിന് വേണ്ടി ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു? യേശു പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചൊന്നും നീ ചെയ്തില്ല.
ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അതായത് ഞാൻ പ്രതീക്ഷിച്ചത് നീ എൻ്റെ കാലിന് വെള്ളം തരുമെന്നാണ്. പക്ഷെ അത് നീ ചെയ്തില്ല. നീ എനിക്ക് ചുംബനം തന്നാണ് എന്നെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോ സാക്ഷാൽ ദൈവപുത്രനായ യേശു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലത് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. പ്രതീക്ഷിക്കാത്തത് എന്തൊക്കെയോ കിട്ടി. മറ്റൊരു ചിന്ത, ക്ഷണിക്കപ്പെടാതെ വന്നവളും പാപിനി എന്ന് മുദ്ര കുത്തപ്പെട്ടവളും ശീമോൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവളും ആയ ആ സ്ത്രീ എന്തൊക്കെയോ ചെയ്തു. എന്താ അവൾ ചെയ്തത്? അവൾ കരഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു? അവൾ ചെയ്തതെല്ലാം യേശു അംഗീകരിച്ചു. അവൾ ചെയ്തതെല്ലാം യേശു ഇഷ്ടപ്പെട്ടു. അവൾ ചെയ്തതിനെ എല്ലാം യേശു പ്രശംസിച്ചു. ഈ യേശുവാണ് നമ്മുടെ കർത്താവ്. ഇവനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്. ഇവന് വേണ്ടിയാണ് നമ്മൾ ഈ പെരുന്നാൾ കഴിക്കുന്നത്. ഇവന് വേണ്ടിയാണ് നമ്മൾ ഈ വഴിപാട് കഴിക്കുന്നത്. ഇവന് വേണ്ടിയാണ് നമ്മൾ ഈ കുർബാന നടത്തുന്നത്. ഇവനെ ഓർത്താണ് നമ്മൾ ഈ പ്രാർത്ഥന. എല്ലാ സംഗതിയെല്ലാം നേരെ ഈശോമിശിഹായുടെ അടുക്കലോട്ടാണല്ലോ പോണത്. ഞങ്ങൾ ആരോടെങ്കിലുമൊക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ ഉടനെ പറയുന്നത്, നിങ്ങൾ വിളിക്കുന്ന അതേ യേശുവിനെയാണ് ഞങ്ങളും വിളിക്കുന്നത്, അതേ കർത്താവിനോടാണ് ഞങ്ങൾ പറയുന്നത്. പല വഴിയേ ഉള്ളൂ, എല്ലാം ഒരിടത്ത് ചെല്ലും. വഴികൾ പലതാണെന്നേ ഉള്ളൂ, എല്ലാം ഒരിടത്ത് ചെല്ലും. ഓക്കെ, അങ്ങനെയാണ് നമ്മളെല്ലാം ഒരാളെ വിളിക്കുന്നത്. ആ ഒരാൾക്ക് ഈ നമ്മൾ ഈ കൊടുക്കുന്ന സാധനം വേണോ, അങ്ങേർക്ക് ഇത് ഇഷ്ടമാണോ എന്നുള്ളതാ ചോദ്യം. ഇവിടെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ട. ബൈബിളിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിച്ചാൽ മതി. നോക്കൂ, ശീമോന് വാസ്തവത്തിൽ അബദ്ധം പറ്റിയില്ലേ? അവൻ ഒരുക്കിയതെല്ലാം നല്ലതാണ്, വില കൂടിയതാണ്, അത് കാലത്തിനൊത്തതാണ്, അത് മോഡേണാണ്, ഉയർന്ന ഐറ്റമാണ്. പക്ഷേ ആർക്ക് വേണ്ടി ഒരുക്കിയോ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ ആവർത്തിച്ച് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. വീണ്ടും പറയാം, നാം ചെയ്യുന്നത് ദൈവപ്രസാദമുണ്ടോ, ഇത് ദൈവത്തിന് ആവശ്യമുണ്ടോ, ഇതാണ് വിഷയം. ഇതിനെക്കുറിച്ചുള്ള ബൈബിളിലെ ചില ചിന്തകളിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. അതായത് 567 പേജ്, അതായത് സങ്കീർത്തനങ്ങൾ 50. ഈ ഭാഗം നിങ്ങൾ എടുത്ത് തന്നെ വായിക്കണം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 50-ാം സങ്കീർത്തനത്തിന്റെ 9 മുതൽ വായിക്കാം. ഞാൻ വായിക്കാം, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ അവസരമുണ്ട്. 50-ാം സങ്കീർത്തനം 9-ാം വാക്യം. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഈ ഭാഗങ്ങൾ ബൈബിളിലുണ്ട്, പക്ഷേ അധികം പേര് വായിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഇത് അനേക ആളുകൾ അറിയേണ്ട ഒരു സന്ദേശമാണ്. ദൈവം തമ്പുരാൻ പറയുന്ന വാചകമാണ്. മനുഷ്യ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് ആടിനെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? സാക്ഷാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം ചോദിക്കുക മനുഷ്യനോട്, ഞാൻ ആടിന്റെ ചോര കുടിക്കുമോ, ഞാൻ കാളയുടെ മാംസം തിന്നുമോ? എനിക്ക് കോഴി ആവശ്യമുണ്ടോ? എനിക്ക് മെഴുകുതിരി വേണമോ? എനിക്ക് വെളിച്ചെണ്ണ വേണമോ? ഇങ്ങനെ ദൈവം ചോദിക്കുന്ന ചോദ്യം ബൈബിളിൽ കിടക്കുന്നു. അപ്പൊ ദൈവത്തിന് ഇത് ആവശ്യമില്ല എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം. നമുക്ക് വിഷമാണെങ്കിലും ചില സത്യങ്ങൾ അപ്രിയ സത്യങ്ങളാണ്, പക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല.
ഈ ഭൂമിയിലെ യാതൊരു വസ്തുക്കളും സാക്ഷാൽ ദൈവത്തിന് ആവശ്യമില്ല. കാരണം ദൈവമല്ലേ ഇത് സൃഷ്ടിച്ചത്. ഇവിടെയാണ് വിഷയം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വില കൂടിയ സാധനങ്ങളോ നിങ്ങൾക്ക് വില കുറഞ്ഞതോ ഇതൊന്നും നിങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കണ്ട. കാരണം ഇതൊക്കെ നിനക്ക് ദൈവം തരിക. ഇവിടെ നാം ഒരു പ്രധാന കാര്യം കണ്ടെത്തുന്നു. ഭൂമിയിലെ യാതൊന്നും ദൈവത്തിന് വഴിപാടായിട്ടോ നേർച്ചയായിട്ടോ ആവശ്യമില്ല. ഓക്കെ, അവിടെ നിന്നുകൊണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് ചിന്തിക്കണം, എങ്കിൽ പിന്നെ ഇതാര് കൊണ്ടുപോയി നമ്മൾ ഈ കൊടുത്തതൊക്കെ? എങ്കിൽ പിന്നെ ഇതാരെടുത്തു? നിങ്ങൾക്കറിയാം ആരെടുത്തെന്ന്. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. മതം, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ അതെടുത്തു. ഇതാണ് പ്രശ്നം. അഴിമതിയുടെ കഥയാണ് ഇതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദൈവത്തെ ഭയമോ ദൈവത്തെക്കുറിച്ച് ചിന്തയോ ഇല്ലാത്ത ആളുകൾ പോലും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് സത്യം അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. അങ്ങനെ ഞെട്ടിയ ചിലർ നിരീശ്വരവാദികളായി മാറി. അവർ ദൈവം ഇല്ലെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുത്തതൊക്കെ ആരോ കൊണ്ടുപോയി എന്ന് മനസ്സിലായി. നമുക്കൊടുവിൽ അബദ്ധം പറ്റും. ഇങ്ങനെ ധാരാളം ചതി പറ്റിയ ആളുകളുടെ ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നോക്കൂ, ദൈവം പറയുന്നു, എനിക്ക് ആടിനെ ആവശ്യമില്ല, എനിക്ക് കാളയെ ആവശ്യമില്ല, എനിക്ക് പക്ഷികളെ ആവശ്യമില്ല, എനിക്ക് രക്തം ആവശ്യമില്ല, എനിക്ക് മാംസം ആവശ്യമില്ല, എനിക്ക് വിളക്ക് ആവശ്യമില്ല. ദൈവമാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ എന്താണ് ആവശ്യം? അവിടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. വാക്യം 14 നിങ്ങളുടെ ബൈബിളിൽ 567:14 ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കാം, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ശ്രദ്ധിക്കണേ, അതും ഇതും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ദൈവം വേണമെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണെന്ന് കേൾക്കുക. ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം എന്താ വേണമെന്ന് പറഞ്ഞത്? അത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു സംഗതി വേണമെന്ന് പറഞ്ഞത് അതെന്തുവാ? സ്തോത്രം. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സ്തോത്രയാഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രയാഗമായി കഴിക്കുക എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഏതെങ്കിലും ഒരു സാധനം കൊടുക്കലല്ല. മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ് സ്തോത്രം. സ്തോത്രം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ വാക്ക് താങ്ക്സ് ഗിവിംഗ് ആണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ നന്ദിക്ക് പകരം എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാമെന്നാണ് നമ്മുടെ സങ്കല്പം. അല്ല, ദൈവം പറയുന്നു, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നീ ദൈവത്തെ സ്തുതിക്ക്, സ്തോത്രം സ്തോത്രം, നന്ദി കർത്താവേ എന്ന് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തിനൊക്കെ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എവിടെ എഴുതിയിരിക്കുന്നു? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യണം. കാരണം ഒരു ചെറിയ കംപ്ലൈന്റ് ഈ ഞരമ്പിന് വന്നാൽ ഈ കണ്ണടയത്തില്ല. ഉറങ്ങുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്ന ചില ആളുകളുണ്ട്. ആക്സിഡന്റിൽ സംഭവിച്ചതാണ്, ഒരു അപകടം പറ്റിയതാണ്, ഓപ്പറേഷൻ ചെയ്തു, പിന്നീട് കണ്ണടയത്തില്ല. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 10,000 പ്രാവശ്യം നിങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ട്. നിങ്ങൾ സ്തോത്രം ചെയ്യണമെന്ന് അതിന്. കാരണം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവം തമ്പുരാനാണ് അതിന്റെ പുറകിൽ. നിങ്ങൾ ശ്വാസം വലിക്കുന്നതിന് സ്തോത്രം ചെയ്യണം. ഈ ശ്വാസം വലിക്കുമ്പോൾ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എത്രയോ അത്ഭുത സംഭവങ്ങളുണ്ട്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ സർവശക്തനെ നന്ദി പറയാൻ ഓരോ ശ്വാസത്തിലും നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്.
നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കാശ് കൊടുത്തു വാങ്ങിയതാണ്. പക്ഷെ അത് ദഹിക്കണമെങ്കിലോ, അത് ഇറങ്ങിപ്പോകണമെങ്കിലോ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം വെള്ളം പാനീയ രൂപത്തിലാക്കി കൊടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്താണ് പ്രശ്നം? അവർക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ദൈവത്തെ സ്തുതിക്കണം. ഒരു യഥാർത്ഥ ഭക്തൻ ഒരു ചായ കുടിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്, സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞിട്ടാണ് കുടിക്കുന്നത്. അല്ലാതെ ആണ്ടിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാതെ ഓരോ നിമിഷവും ഓരോ വിഷയത്തിനും ദൈവത്തോട് നന്ദി പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ ദൈവബോധം വിട്ടിട്ടില്ലെന്നാണ്. 24 മണിക്കൂറും ദൈവഭയത്തിലും ദൈവത്തോടുള്ള ബോധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ജീവിക്കുന്നു എന്നാണ് നന്ദി പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ദൈവം പറയുന്നു, നീ സ്തോത്രം അർപ്പിക്ക്. എപ്പോൾ? എപ്പോഴും. എന്തിന്? എല്ലാറ്റിനും. അങ്ങനെയാണെങ്കിൽ ഈ കൈ അനങ്ങുന്നതിന് സ്തോത്രം, ഈ വിരലുകൾ ചലിക്കുന്നതിന് നന്ദി, ഈ കാലുകൾ മടങ്ങുന്നതിന് നന്ദി, നടക്കാൻ സാധിച്ചതിന് സ്തോത്രം, ഇരിക്കാൻ സാധിച്ചതിന് സ്തോത്രം, എഴുന്നേറ്റതിന് നന്ദി, കിടന്നതിന് നന്ദി. പോട്ടെ, ഉറങ്ങിയതിന് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. നമ്മൾ ഉറങ്ങിയിട്ട് ഉണരുന്നത് ദൈവത്തിന്റെ കരുണയാണെന്നാണ്. ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇന്ന് പകൽ മുഴുവനും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ടി വരും. കാരണം ഉറക്കമില്ലാതെ വരുമ്പോൾ മാത്രമേ ഉറക്കത്തിന്റെ വില അറിയുള്ളൂ. ഒരു ചെറിയ അസ്വസ്ഥത നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായാൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുമ്പോൾ നിങ്ങൾ ഉറക്കം തന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഒരു രാത്രി കഴിയുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകും ഉറക്കമില്ലാതെ വന്നാൽ. ഉറക്കം അത്ര വില കൂടിയതാണ്. ഉറക്കം വരാതെ വരുമ്പോൾ കണ്ണടച്ച് കിടക്കുകയോ ഉറക്കഗുളിക കഴിക്കുകയോ ചെയ്താൽ ഉറക്കം കിട്ടില്ല. മയങ്ങുക എന്ന് പറയുന്നത് ഉറങ്ങുക എന്ന് പറയുന്നത് രണ്ടാണ്. ഉറക്കമെന്ന് പറയുന്നത് ദൈവം മനുഷ്യന് തന്നതിലേക്ക് വില കൂടിയ ദാനമാണ്. അവൻ പകൽ മുഴുവനും അധ്വാനിച്ചും പലരുടെ വാക്കുകൾ കേട്ടും മനസ്സും ശരീരവും തളർന്ന് അവൻ കിടക്കയിലേക്ക് ചെല്ലുന്നു. അവന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും സന്തോഷവും ലഭിക്കുന്നു. അവൻ ആ കിടക്കയിലേക്ക് ചെല്ലുന്നു. 1, 2, 5, 10 മിനിറ്റ് കഴിയുമ്പോൾ അവൻ വേറൊരു ലോകത്തിലേക്ക് പോകുന്നു. ശരീരമോ മനസ്സോ ഒന്നും പിന്നീട് വർക്ക് ചെയ്യുന്നതായിട്ട് അവൻ അറിയുന്നില്ല. സകലവും മറക്കുന്നു. അവൻ ജീവിച്ച ലോകവും കഴിച്ച ഭക്ഷണവും എല്ലാം മറന്ന് ചില മണിക്കൂർ നേരത്തേക്ക് പൂർണ്ണമായി വിശ്രമം ദൈവം അവന് കൊടുക്കുന്നു. ഇത് ദൈവം വെച്ച അതിഭയങ്കരമായ ദാനമാണ്. നന്ദി പറയണം. നിങ്ങൾക്കറിയാമോ, ഉറക്കമില്ലാത്ത എത്ര ലക്ഷം മനുഷ്യർ ലോകത്തുണ്ടെന്നറിയാമോ? ഉറക്കഗുളിയെ കട്ടിലിന് തലേണയുടെ കീഴെ വെച്ചുകൊണ്ട് ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിക്കുന്നവർ എത്രയുണ്ടെന്നറിയാമോ? നിങ്ങൾ നന്ദി പറയണം, ദൈവത്തിന് സ്തോത്രം പറയണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ശൈലി ആരംഭിക്കാം. ഇന്ന് നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, കർത്താവേ, ഇന്ന് രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ ആരോഗ്യം തന്നതിനായിട്ട് സ്തോത്രം, കഴിക്കാൻ ഭക്ഷണം തന്നതിനായിട്ട് സ്തോത്രം, ഈ ഭക്ഷണം ഇറങ്ങിപ്പോയതിനായിട്ട് സ്തോത്രം, എനിക്ക് ആരോഗ്യമുള്ള ഭാര്യയെ തന്നതിനായിട്ട് സ്തോത്രം, നന്ദി, സമാധാനമുള്ള വഴക്കില്ലാത്ത പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഭാര്യയെ തന്നതിനായിട്ട് സ്തോത്രം, സന്തോഷമുള്ള മക്കളെ തന്നതിനായിട്ട് സ്തോത്രം, കിടക്കാൻ വീട് തന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചെന്ന്. അത് ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തരുത്. 1000 പ്രാവശ്യം പറയാം, പകൽ മുഴുവൻ പറയാം. മറ്റുള്ളവർ കേൾക്കണം നിർബന്ധമില്ല. നമുക്കൊരു പുതിയ ജീവിതശൈലി ആരംഭിക്കാം. കാരണം മെഴുകുതിരി വേണ്ടെന്ന് ദൈവം പറഞ്ഞു, കോഴിയും വേണ്ട കാളയും വേണ്ടെന്ന് പറഞ്ഞു, സ്തോത്രം വേണമെന്ന് പറഞ്ഞു. കൊടുത്തുകൂടെ? ചെലവില്ലാത്ത സംഗതിയല്ലേ സുഹൃത്തുക്കളെ? ഇതിനകത്തൊരു വലിയ മനഃശാസ്ത്രമുണ്ട്. നിങ്ങൾ 1 മണിക്കൂറിൽ 1 പ്രാവശ്യമെങ്കിലും ദൈവത്തിന് സ്തോത്രം പറയാമെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് അതിന്റെ മർമ്മം. നിങ്ങൾ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ദൈവ സാന്നിധ്യം, സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരിക.
എപ്പോഴും ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണത്. നിങ്ങൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയുന്നൊരു മനുഷ്യനാണെങ്കിൽ അത് നിങ്ങൾ ചേഞ്ചായി, നിങ്ങൾ ആൾ മാറിക്കഴിഞ്ഞു. സഹോദരി, മാതാവേ, കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, ജീവിതത്തിലൊരു മാറ്റം നമുക്ക് വരുത്താം, സ്വഭാവത്തിലൊരു മാറ്റം വരുത്താം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. ഈ സ്തോത്രം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആളുകളുടെ പരിപാടിയായിട്ടൊരു ധാരണയുണ്ട്, അല്ലേ? അതാണ് പ്രശ്നം. സ്തോത്രത്തെ പുച്ഛിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയാൻ ആരംഭിക്കാം. എല്ലാറ്റിനും നന്ദി പറ. ദൈവത്തിന് നമ്മുടെ ഈ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഈ കൊടുത്തതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രമർപ്പിക്കുക, സ്തോത്രമർപ്പിക്കുക, സ്തോത്രമർപ്പിക്കുക. അതായത് ഈ സ്ത്രീയെ കണ്ണുനീരൊഴിച്ചു. കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ അംഗീകരിക്കുന്നു. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല, പക്ഷെ അവൾ എന്റെ കാലിന് കണ്ണുനീര് തന്നു. നീ എനിക്ക് തൈലം തന്നില്ല, പക്ഷെ അവൾ എനിക്ക് ചുംബനം തന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ വചനം ധ്യാനിച്ചല്ലോ. ലൂക്കോസ് 7:36 മുതൽ 50 വരെയുള്ള വചനമാണ് നാം തുടർച്ചയായിട്ട് ധ്യാനിക്കുന്നത്. നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവേ, നീ ഇഷ്ടപ്പെടുന്നത് എന്താണ്, അത് ഞാൻ അർപ്പിക്കാം എന്ന് പറ. നമുക്ക് പറ്റുന്ന പ്രശ്നം, ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു, നമ്മളും അത് കാണിക്കുന്നു. ദൈവത്തിന് വേണ്ടതൊരു പത്രപരസ്യമല്ല. ദൈവത്തിന് വേണ്ടതൊരു ഭൗതിക വസ്തുക്കളല്ല. നമ്മൾ എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ ദൈവം അതിൽ തൃപ്തനല്ല. ദയവായി മടങ്ങി വരിക. ദൈവത്തിന് എന്താണ് വേണ്ടത്? ദൈവത്തിന് വേണ്ടത് നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു മനസ്സ് എപ്പോഴും ദൈവത്തോടുണ്ടാകണം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. പിന്നെ എന്താണ് ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത്? പിന്നെ ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത് ജീവിതത്തെ തിരുത്തുക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. 50-ാം സങ്കീർത്തനം 16-ാം വാക്യം. നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞുകളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പറയുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല. ഈ ഭാഗം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. നീ എനിക്ക് കുറച്ച് നേർച്ച കൊണ്ട് തരികയും ഒരു കാളയും ഒരു കോഴിയും ഒരു പെരുന്നാളും കഴിക്കുകയും ചെയ്ത ശേഷം നീ വ്യഭിചാരത്തിന് പങ്കുകൂടുന്നു. നീ എന്റെ വചനത്തെ നിന്റെ പുറകിലേക്ക് തള്ളിയിട്ട് കള്ളന് കൂട്ടുകൂടുന്നു, കള്ളപ്പണം പങ്കുവെക്കുന്നു, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, വ്യഭിചാരത്തിന് പങ്കുകൂടുന്നു, നുണ പറയുന്നു, വഞ്ചന പറയുന്നു, സഹോദരനെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു. നീ ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുക. നിന്റെ ധാരണ ദൈവം നിന്നെ പോലെയുള്ളവനാണെന്നാ എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിച്ചിട്ട് മിണ്ടാതിരിക്കുമെന്ന്. ദൈവം ഇടിവെട്ടിക്കാത്തത് കൊണ്ട് നീ ധരിച്ചു ദൈവം നിന്നെ പോലെയുള്ളവനാണെന്ന്. നിങ്ങൾ ഈ സങ്കീർത്തനം വായിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായന നിർത്തും, അല്ലെങ്കിൽ ജീവിതം ചേഞ്ചാക്കും. ജീവിതത്തിന് മാറ്റം വരുത്തണം. ദൈവത്തിന് കുറെ വഴിപാട് കൊടുത്ത ശേഷം തോന്നിയവാസം ജീവിക്കാമെന്ന ധാരണ ഒരിക്കലും ബൈബിൾ അംഗീകരിക്കുന്നില്ല. രണ്ട് ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന്, ദൈവത്തിന് എന്ത് വേണ്ട. രണ്ട്, ദൈവത്തിന് എന്ത് വേണം. അതിൽ ദൈവത്തിന് എന്ത് വേണമെന്നുള്ളതിൽ ഒന്ന്, നന്ദിയുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആരാധന 24 മണിക്കൂറും ദൈവം ആഗ്രഹിക്കുന്നു. അത് നീ തുറന്ന് പറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ട്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, സ്വഭാവത്തിന് മാറ്റം വരുത്തണം. തുടർച്ചയായി നാം ചിന്തിച്ച ഈ ചിന്തകളുടെ മുമ്പിൽ നമുക്കൊരു മാനസാന്തരത്തിനും ഒരു സമർപ്പണത്തിനുമുള്ള സമയമാണിത്. എന്തെങ്കിലും ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യുകയും ലൈഫ് ചേഞ്ച് ആക്കാതിരിക്കുകയും ചെയ്യുക. സ്വഭാവത്തിന് മാറ്റം വരാതെ
ദാനങ്ങൾ കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്താമെന്ന ചിന്തയ്ക്ക് ഈ പുസ്തകം എതിരാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനത്തിലെ അതിപ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് അല്പ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൈ തൊട്ട് ഈ സത്യം അവരുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് കണ്ടുപിടിക്കുവാനും ജീവിതത്തെ തിരുത്തുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണം.